ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നെന്താ ഒരു പ്രത്യേക വ്ളോഗെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് ആദ്യം പറയുന്നില്ല, ഞാൻ ലാസ്റ്റ് പറയല്ല, വഴിയെ പോകെ എന്താണെന്ന് പറയാം. അപ്പം ഞങ്ങൾ കോളേജ് വിട്ടു, വീട്ടിൽ പോവാണ്. പക്ഷേ എൻ്റെ കൂടെ സ്ഥിരം വീട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാം ഇന്ന് വേറൊരാളോട് ഇന്ന് കാണിച്ചു തരാം. അറിയില്ല ഇവിടെ നിന്ന് വന്നു. അഭിരാമിയുണ്ട് ഗൈസ് വീട്ടിലേക്ക്. അഭിരാമിയെ നിങ്ങൾക്ക് സുപരിചിതമായെന്ന് ഞാൻ കരുതുന്നു. കണ്ട വ്ളോഗുകളിലെല്ലാം ഇവളെ അടുക്കം പോകുന്നുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഈ വ്ളോഗിലും അഭിരാമിയോട് ഐശ്വര്യമുണ്ടെന്ന് വിചാരിക്കുക. ഇത് പാത്തു നോമ്പിലാണ് ഗൈസ്, അതാണ് ക്ഷീണിച്ചിരിക്കണത്. വെയിൽ നല്ല വെയിലാണ്, കണ്ടോ? ബ്രൈറ്റ്നസ് ഒക്കെ ഹെബിക്കാം. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ഇത് റൂമിൻ്റെ വഴി. ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നൊക്ലാജി അടിക്കുമായിരിക്കും. എന്നാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാനെങ്ങനെ പറയുക. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. ഇനിയിപ്പോൾ പോയി കുളിച്ച് മാറ്റിയിട്ട് ഒരു സ്ഥലം വരെ പോവാം. അപ്പോൾ സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മക്കിങ്ങിൻ്റെ സൺലൈറ്റ്. എന്താ നിങ്ങൾ വീടെത്തി ഗൈസ്, ഇനി പോയി ഫ്രഷ് ആയിട്ട് പോകണം. ബാക്കി ഞാൻ വീഡിയോ അപ്പോൾ കാണിക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇവിടുന്ന് പരാതി പറഞ്ഞു. കഴിഞ്ഞോ? ഹായ് ഗൈസ്. ഇങ്ങനൊന്നല്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുക. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. സമയം ഒരു 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ പോകണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മടിയായതുകൊണ്ടും ഞങ്ങൾ ഒരുക്കം ഇങ്ങനെ ആയതുകൊണ്ടും, വലിയ ഒരുക്കമൊന്നും ഇല്ല എന്നാലും ഒരുക്കം ഇങ്ങനെ ആയതുകൊണ്ടും ലേറ്റായി. അഭിരാമി തുണിന്ന് എടുക്കാണ്ട് കേട്ടോ വന്നത്, പാവക്കുട്ടി. എന്നിട്ട് പാത്ത് ഡ്രസ്സ് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരാളുണ്ട്, പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഗായ്സ്, കാണിച്ചു തരാം. ഇതാണോ അതിഥി? ഇന്ന് നമ്മൾ യദുവിനെ ട്രൂക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് ഓക്ക് മേടിക്കുന്നുണ്ട്. കാര്യം ഞാൻ അവിടെ പറയുന്നില്ല. പ്രറ്റി ലിറ്റിൽ ബേബി. അതാ തന്നെ. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. വി ആർ ഗോയിങ്. വിശക്കുന്നുണ്ട് ഇവർക്ക്. എന്താ കാര്യം ഞാൻ പോയിട്ട് പറയാം. കവർ മേടിച്ച് രണ്ടും കണക്കാണ്. അപ്പൊ നമുക്ക് പോയി വരാം ഗൈസ്. ഗോപിക വെറുതെ ഇരിക്കുകയാണ്, വരുന്നില്ലേ? നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഗോപിക നോമ്പ് തുറക്കാറുണ്ട് പണ്ട് തൊട്ട്, കുഞ്ഞിലെ തൊട്ട്. ഞാൻ നോമ്പിലാണ് കൊച്ചി. പോട്ടെ, വരണേ. നടന്ന് ഇവിടെ വരെ എത്തി, റോഡ് വരെ എത്തി. ഇനി കുറച്ച് നടക്കാണ്ട്, കുറേ നടക്കാണ്ട്. അപ്പം അവർക്ക് വിശന്നപ്പോൾ അവരെവിടെയോ ഇതിലെൻ്റെ നോമ്പ് തുറക്കുന്ന സാധനമുണ്ട്. അവർ വിശന്നപ്പോൾ ആ കടയിൽ കയറി പോയിട്ടുണ്ട്, വരുന്നു. പക്ഷെ ഞാൻ അതിനല്ല വന്ന്, ആകാശം കാണാനില്ലേ, മറ്റേ കടലിൽ ചുഴി വരില്ലേ, അതുപോലെ ഉണ്ട്. കാണിച്ചു തരാം. ഇല്ലേ, ചുഴി വന്ന പോലെ ഉണ്ട്. അല്ല, ഒരു പച്ചമാങ്ങ കൊടുന്നേരാന്ന് പറഞ്ഞു. വിശന്ന് ഇരുന്നപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടു. നടന്ന് പിന്നെ ഇവിടെ എത്തി. കുറച്ചധികം കൊണ്ട് ഇല്ല, ഇപ്പത്തും മോളെ. ഞങ്ങൾ നടന്നപ്പോ ഒരു അമ്പലം കണ്ടു, കുറേ ദൂരെ നടക്കുന്നു. ഏത് സ്ഥലത്തൂടെ വരാ? എത്ര ദൂരം ഉണ്ട് നോക്കട്ടെ. അപ്പുറത്തെ വളവ് മാറല്ലേ. ഞങ്ങൾ കാര്യസ്ഥല അമ്പലം കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ഇത് കാര്യസ്ഥലൊന്നല്ല, ആണത്രേ. അവിടെയാണ് അമ്പലം, മുളഞ്ഞൂര്. നാട്ടുകാരെന്നൊന്നും ആദ്യം ഉറപ്പിക്കൂ. കാര്യസ്ഥൻ പണ്ടത്തെ അവിടെ അല്ലേ? പുറകില് ഗ്രൗണ്ട് ഉണ്ട് മോളെ, അതാണ് ട്രൈ സ്പോർട്സ്. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി. അവന് വേറെ മിക്സ് ആക്കാൻ മാത്രമേ അറിയുന്നു. തന്നെടാ. Jana. Introducing Jana.
ഞങ്ങൾ ജൂനിയറാണ് ഗൈസ്. മുടിയൊക്കെ ശരിയാണോ? ജൂനിയറാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും ഫാൻസ് ഉള്ളൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. ഫാൻസ് ഉള്ള ഒരു പയ്യനാണ്. അതെ കോളേജിൽ ഏറ്റവും ഗേൾസ് പുറകെ നടന്ന് ശല്യം ചെയ്യുക. അതെ ചെയ്യാന്നല്ലോ പറയാം, നിന്നെ ശല്യം ചെയ്യുന്നല്ലേ പറഞ്ഞത്. എടാ നിനക്ക് മറ്റേ NGL കുറെ വന്നില്ലേ? NGL മൊത്തം വാലന്റൈൻസ് ഡേ കിട്ടപ്പോ എല്ലാവരും എന്നാലും പാച്ചുവിന് അത്ര നമുക്കില്ല, അത് വേറെ കാര്യം. പാച്ചു JCT ഇതാത്തോണ്ടാണ്. JCTയുടെ നമുക്ക് ഡെന്നിസ് നോമ്പ് തുറക്കാനുള്ള തിരക്കിലാണ്. മാച്ച് ജയിച്ചത് സന്തോഷത്തിലാണ്. മാച്ച് ജയിച്ചു എന്തായാലും വന്ന് കഴിച്ചോന്ന് പറഞ്ഞു. നോമ്പ് തുറന്നതല്ലായിരുന്നു. ഇത് അസ്ലമാണ് ഗൈസ്. അയ്യോ സ്റ്റാർ പ്ലെയർ ഫ്രം അഴുക്കച്ചെറുക്കൻ വിഘ്നേഷ് സ്ഥിരം കാണുന്നു. ആന്റി വിഘ്നേഷ് ഇവിടെ ഉണ്ട്. ഒന്ന് ബെൽറ്റ് ഇട്ടിറക്കട്ടെ. ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, അതിന് ഷൂ ഒക്കെ ഉണ്ട് ആന്റി. ഗൈസ് അവിടെ സെയ്തുണ്ട്. ആ ചുവപ്പ് നിക്കർ ഇട്ടിരിക്കുന്ന സെയ്ത്, ചുവപ്പ് ഷോർട്ട്. ജന ഒരു സംഭവം തന്നെ. ഞാൻ ഇവിടെ കമന്ററി പറഞ്ഞു. സിദ്ധാർത്ഥ അൻഷിപ്പ് പോകുന്നു ഗൈസ്. അൻഷിപ്പ് അതാ പോകുന്നു. തന്ത്രങ്ങൾ മെനയാ എന്തോ ചെയ്യുന്നുണ്ട്. വാമപ്പ് ചെയ്യുന്നു ഗൈസ്. ഓ വാമപ്പ് ചെയ്യുന്നു ഗൈസ്. എന്തോ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തിവരിവിടെ കാണിക്കുന്നത്? ഇരിക്കളെ കൊണ്ട് സൈഡില് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദേഷ്യം വരുന്നത് അണ്ണൻ റെഫർ ചെയ്ത് എന്തോ പറയുന്നുണ്ട്. ചെയ്തും നേർക്ക് നേർ സെയ്ദിന്റെ കയ്യിൽ ഇപ്പോ ബോൾ. പറയുന്നിട്ടുള്ളത് കാണിച്ചു കൊടുക്കട്ടെ. അത് വേണ്ട, നിങ്ങളിത് കാണുക. ബാഡി ബാഡി ഞങ്ങളെ ചൂരനാണ്. ആകാശിന്റെ ബാഡി. ബാഡി കളിച്ചോ? ജയിച്ചോ? മനസ്സിലാക്കി കൂടെ ജയിച്ചിട്ടില്ല. അയ്യോ ഞാൻ ആരുടെ ടീമിന്റെ പേരറിയില്ല. എന്നെ വിളിച്ച് ഞാൻ വന്നു. അത് അൻഷിപ്പിന്റെ ടീം. അൻഷിപ്പ് പോകുന്നത്. അൻഷിപ്പ് ജയിക്കുമോ തോൽക്കുമോ കാണുക. എല്ലാരും ഉണ്ട് കേട്ടോ, നമ്മൾ പിള്ളേരൊക്കെ തരാത്തുണ്ട്. ഉണ്ട്, അനനുണ്ട്, പറഞ്ഞു
സെയ്ത് വയ്യാണ്ടായി. കളിച്ച് കളിച്ച് വയ്യാണ്ടായി. സെയ്തിന്റെ ആവേശോജ്വലമായ പോരാട്ടമായിരുന്നു. എന്നിട്ട് ജയിച്ചു ഗൈസ്. ഇനി അടുത്തത് ആവേശോജ്വല പോരാട്ടവുമായി അൻഷിഫ്ക നേർക്കുനേർ. ചിത്രത്തിൽ ആദ്യമായി മാലിക് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു ഗായ്സ്. സാധാരണ സൈഡിൽ നിൽക്കാറാണ്. അവനെ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഗായ്സ്. എന്താ പറഞ്ഞേ? അവിടെ അനിലെന്തോ തന്ത്രങ്ങൾ മെനഞ്ഞ് മാലിക്കിനോട് പറയുന്നുണ്ട്. പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. മാലിക് എല്ലാം കേട്ട് തലയാട്ടുന്നത് നമുക്ക് കാണാം. ആദ്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങിയ മാലിക്കിന്റെ പരിഭ്രമം കാണാം. മാലിക് നട്ടം തിരിയുന്നു. എങ്ങനെയാ കളിക്കാതെ അറിയണ്ടാവില്ല. മാലിക്കിന് പേടിയുണ്ട്. മാലിക്കിന് പേടിക്കും. അപ്പുറത്തെ ആളോട് ചോദിക്കണം എങ്ങനെയാ കളിക്കാന്നൊക്കെ. കോളേജ് ആദ്യമായിട്ട് മാലിക്ക് ഫുട്ബോൾ കളിക്കണം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട്. മാലിക് ആദ്യമായി ഗ്രൗണ്ടിൽ. മാലിക്കിന് നാണം വെച്ചു. ഇപ്പുറത്തും അർഷാദുണ്ട്, ബാഡുണ്ട്. അൻഷിഫിന്റെ ഷോ ആണ്. മാലി കയറാൻ ശ്രമിക്കുന്നുണ്ട്. പോയി. അവൻ ചുമ്മാ എടുക്കാൻ പറഞ്ഞപ്പോൾ മാലിക് കൊടുത്തു പക്ഷെ ടീം മാറിപ്പോയി. പിന്നെ മനുഷ്യക്കുണ്ട്. ബോൾ വേറെ ടീമിന്റെ കയ്യിലേക്ക്. പിന്നെ മാലിക് വീണ്ടും അവിടെ കിടലം ഒരു പാസ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. എന്തിനോ വന്നെന്ന് അവനറിയില്ല. അയ്യോ ബാഡാണ്. This is bad, guys. Marik, super. ബാഡ് ഓടി നടന്ന് കളിക്കാണ് ഗൈസ്. മുമ്പിലും ഫ്രണ്ടിലും ബാക്കിലും ബാഡ് തന്നെ. എല്ലായിടത്തും ബാഡ് ഉണ്ട്. അൻഷിഫിന്റെ ബോളിന്റെ അടുത്ത് അൻഷിഫിന്റെ എന്താണ് അൻഷിഫ് ഡാൻസ് കളിക്കുന്നത്? അൻഷിഫ് ഓ മൈ ഗോഡ്. അവന്റെ കയ്യിലാണ് ബോൾ. ഓ മൈ ഗോഡ്. ഓ മാലിക് ചീത്ത കേട്ടു മാലിക്. മലപ്പുറത്തിന്റെ സ്വന്തം മാലിക് ഇവിടെ ഇരുന്ന് കമന്ററി പറയണേ. അപ്പൊ ഇതിനകത്ത് കേൾക്കാലോ. അവൾക്ക് എളുപ്പമായി, അവൾക്കും പറയണ്ടല്ലോ. അർഷാദിന്റെ കയ്യിലാണ് ബോൾ. അർഷാദിന്റെ കയ്യിൽ മാലിക് മറിച്ചാൽ നമ്മുടെ യുദ്ധമാണ്. ബോൾ അൻഷിഫിന്റെ കയ്യിലാണ്. അതാ അൻഷിഫ് ഇപ്പോഴും മുഖം കുത്തി വീണേനെ. വീണില്ല പക്ഷെ ബ്ലോക്ക് ചെയ്ത് അവനെന്റെ വലിയൊരു ബ്ലോക്ക്. ഇവിടെ വിഘ്നേഷ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ജൂനിയറാണ്. അവിടെ ഒരു ബോളിന് വേണ്ടി ഒരു അൻഷിഫ് അതാ ഓടുന്നു, ഉരുണ്ട് വീഴുന്നു.
ഒരുപാടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അനൻ അവിടെ നിന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. അനൻ ദേഷ്യം വരുന്നുണ്ട് ഗായ്സ്. ട്രൗസറിലാണ് അവന്റെ കോളേജിൽ പലതും പ്രതീക്ഷിക്കാനുണ്ട്. അവൻ നല്ലൊരു ഗോൾ കീപ്പറാണ്. ഓക്കെ അടുത്തിപ്പുറത്തെ ബോൾ കിട്ടിയിരിക്കുകയാണ്. അത് അവന്റെ കയ്യിൽ അവിടെ നീ ആരുടെ ആ ചെറുക്കൻ കൊള്ളാം, നന്നായി കളിക്കും. ഒരേ ഫീൽഡിൽ അർഷാദ് അടിയത് മിക്സ് ചെയ്തോളൂ. പുതിയ പ്ലെയറിനെ അൻഷാദ് ഹാഫ് ടൈം ആയി ഗൈസ്. ഗോപിക വന്നു, നോമ്പ് തുറന്ന് ഗോപിക വന്നു ഗായ്സ്. അവിടെ ഇരുന്നു. കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഭജന കമ്മിറ്റി ജോയിൻ ചെയ്തിരിക്കുന്നു. അതാ ഫെബിൻ. ഫെബിനെ കാണും. എന്താ കാല് പിടിക്കാൻ വരുവാണ്. ഭജനയൊക്കെ എന്തിനാടാ ദിസ് ഈസ് അസ്ലം. എന്റെ അടുത്തേക്ക് തട്ടണ്ട, എന്റെ കാല് വേദന. ആ ബോള് തട്ടി കളിക്കുക കുഞ്ഞി പിള്ളേരെ പോലെ. കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഗൈസ്. ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. 2 വിഘ്നേഷുമുണ്ട്. അതാ ഒരു വിഘ്നേഷ്, അതാ മറ്റേ നമുക്ക് കാണാം. വിഘ്നേഷ് നേർക്കുനേർ. ആൻഷിഫ് അവിടെ എന്തോ ചെയ്തു. വിഘ്നേഷ് ഓടി വന്നു. ഓ മൈ ഗോഡ്, റിസ്വിക. വൗ, റിസ്വിക കണ്ടില്ലല്ലോ. നോമ്പ് തുറന്ന് റിസ്വിക അതാ വീണ്ടും അൻഷിഫും അർഷാദും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതാ ആ ചെക്കൻ്റെ പേര് എനിക്കറിയില്ല. അർഷാദിന്റെ കയ്യിലാണ് ബോൾ. അൻഷിഫിന്റെ അടുത്ത് വിഘ്നേഷുമുണ്ട്. ഓ മൈ ഗോഡ്, തൂണിലും തുരുമ്പിലും ബാഡ്, അവിടെയും ഇവിടെയും ബാഡ്. മെയിൻ തന്നെ. അടുത്ത് വീണ്ടും ഗോളിയുടെ കയ്യിൽ നിന്ന് ഒരു പാസ് നമുക്കിപ്പോ കാണാം. അതാരുടെ കയ്യിൽ? കോർണറിലുണ്ട്. അനന്റെ കയ്യിലുണ്ട്. ഡിഫൻസ് അടിക്കാൻ പറയും. പക്ഷെ അവർ സമ്മതിച്ചില്ല. അങ്ങനെയൊന്നും സമ്മതിച്ചില്ല ഗായ്സ്. അനന്റെ കയ്യിൽ പിന്നെയും ബോൾ. അൻഷിഫിന്റെ കയ്യിൽ കൊടുത്തു, പാസ് കൊടുത്തു, അവിടെ എത്തി. അർഷാദ് ഡിഫെൻസ് ചെയ്തു. ചിന്തിച്ചത് കണ്ടു അനൻ പറയുന്നു. അനന്റെ ചിന്തകൾ മരിച്ചു കളിക്കുകയാണ് ഗായ്സ്. അൻഷിഫും വിഘ്നേഷുമാണ് നേർക്ക് നേർ. അതൊന്നും ചെയ്തില്ല. ആരുടെ കയ്യിലെത്തിയില്ല. അത് പുറത്ത് ആരും കളിക്കില്ല. കൊണ്ടുപോകും. അനന്റെ കയ്യിൽ നിന്ന് നമുക്കിപ്പോ ഒരു പാസ്. ബാഡിന്റെ കയ്യിലാണ് പാസ്. ഗോൾ അടിച്ചു ഗായ്സ്. ബാഡിന്റെ ടീമും വിഘ്നേഷിന്റെ ടീമും ബാഡ് ആകാതെ ഗുഡായി ഗായ്സ്. അങ്ങനെ അവർക്ക് വാശി കയറിയത് നമുക്ക് വിചാരിക്കാം. ജൂനിയേഴ്സ് ഗോൾ അടിച്ചു. സീനിയേഴ്സ് അവിടെ നിൽക്കുന്നു. വാശിയേറിയ പോരാട്ടം. അൻഷിഫിന് പാടുമോ? അതെ, കാണുക. ഓ ഓ
രോക്ഷമുള്ള പാട ജൂനിയേഴ്സ് ഗോൾ അടിച്ചിരിക്കുന്നു. സീനിയേഴ്സ് വെറുതെ വെക്കുന്നു. തിരിച്ചടിക്കും. ഓ അതും വാങ്ങി തിരിച്ചു പോകും. തിരിച്ചടിക്കുമോ? പിന്നെ എവിടെ ഞാനിത് ബോളും കാണുന്നില്ല. അവൻ കറങ്ങി അടിക്കാൻ നോക്കി, പറ്റില്ല. എന്തൊക്കെ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതോ ഇവിടെ ആരുമില്ല. ബാഡാണ് ഗൈസ്. അർഷാദ് വന്നു. വീണു. ബാഡ് ജയിച്ചിരിക്കുകയാണ്. 5 ബുക്ക് വരുന്നുണ്ട്. സാറില്ല പോട്ടെ, സാറില്ല പോട്ടെ, സാറില്ല പിള്ളേര്. അതിന് വിഷമായി. എടാ നീ നല്ല കളിച്ചു കേട്ടോ. ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അല്ല അവൻ നന്നായിട്ട് കളിച്ചു. തോൽവി മാത്രമേ പാവട. എന്താ പേരെടാ? നിന്റെ പേരെന്താടാ? എടാ നിന്റെ പേരെന്താടാ? നല്ല കളിച്ചു. ജയം തോൽവിയൊക്കെ എല്ലാവർക്കും ഉണ്ടോ? പൈസ കൊടുത്തിട്ട് ഫ്ലെക്സ് അടിച്ചിട്ട് ആടെ കൊണ്ട് കൂട്ടി വെച്ചിട്ട്. ആ അതാണ് അറേബ്യൻ മന്തി. സാഫ്രോൺ, ഹഷീബ്, ഹോട്ടൽ വൈശ, ഫോറസ്റ്റ്, ഡിജിറ്റൽ. ആ നമ്മുടെ അനുവിന്റെ പ്രസ്സാണ്. ഇത് മൊത്തത്തിൽ കൂടുതൽ പൈസ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൻഷിഫാണ്. അതുകൊണ്ടാണ് അൻഷിഫിനെ തല വെട്ടി മണ്ടക്കൂട്ടി. എന്തല്ല അതിന്റെ പേരെന്താ? സ്പാർട്ടൻസ്. ചക്കാലക്കുണ്ട് ബ്രദേഴ്സ്. അതാണ് നിങ്ങള്. പക്ഷെ ചക്കാലക്കുണ്ട് ബ്രദേഴ്സിലെല്ലാവരും മറ്റേ ഫുട്ബോൾ വലിയ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അടുത്തൊന്നും എവിടെയും കെട്ടിത്തൂക്കടാ. ഇനി എപ്പോഴാ കളി ചെയ്യും? ജയിക്കുകയാണെങ്കിൽ ഇല്ല സാറില്ല, നമ്മളല്ലേ ജയിക്കണെങ്കിൽ. ഞാൻ മൂട്ട അവിടെ കൊണ്ട് കാല് വെക്കണം. Oh my god. ഇത് guys കോളേജ് മെയിൻ. അയ്യോ അയ്യോ മെയിൻ കോളേജ് മെയിൻ. കളി നടക്കുന്നുണ്ട് ഇവിടെ, തീറ്റയും നടക്കുന്നുണ്ട്. കളി അവിടെ നമ്മൾ തിന്നും. നമ്മൾ നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണം എപ്പോഴും. അതെ അത് തന്നെ, അതാണ് ഹന്ന സലീം ചെയ്യാറ്. സ്പോൺസർഡ് ബൈ ഹന്ന സലീം. ഞാൻ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു.
മുന്തിരി അല്ല ഓറഞ്ച് അതെ മാനേജർ ചക്കാലക്കോട് മാനേജർ സിദ്ധാർത്ഥ് അറിഞ്ഞിട്ട് ഗൈസ് ടീമിൽ ചക്കാലക്കോടിന്റെ സ്വന്തം ഫിലോ ഒറ്റയ്ക്കൊന്നല്ല ഞങ്ങളുടെ ടീമായിരുന്നു വലിയ സ്റ്റാർ പ്ലേയേഴ്സ് ഓറായിട്ട് ഇതൊരു സേവിങ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ പോലെ കഴിഞ്ഞ കൊല്ലത്തിൽ ഈ കൊല്ലത്തേക്ക് വന്നപ്പോ കഴിഞ്ഞ ഒരു ഇത്ര എക്സ്പീരിയൻസ് അവൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്ഥിരം റെഫറി ആയിരുന്നു കോളേജ് കളിക്കുമ്പോൾ. എന്തുകൊണ്ട് റിൻഷിപ്പ് ഇപ്രാവശ്യം കളിക്കാൻ വന്നില്ല? കളിക്കാനല്ല റെഫറിയായിരുന്നു. അവൻ ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു. ക്യാമറ നോക്കില്ല, പേടിയാണ്. എന്തിനാ മുടി വെട്ടിയെന്ന് പെണ്ണ് പറഞ്ഞിട്ടാണോ? അവർ കളിക്കാൻ അതാ നോക്കൂ. സെയ്ദും അൻഷിഫും അനനും ഒക്കെയാണ് ഏറ്റുമുട്ടുന്നത്. സെയ്ദ് അപ്പുറത്തെ ടീമായി പോയി. ചീത്ത പറയാ കിട്ടും മിക്കവാറും. അൻഷിഫ് അങ്ങനെ കൂളായിരിക്കുന്നു. അവനെന്ത് ചെയ്യട്ടെ, എന്നിട്ട് വിളിക്കാതെ ഇല്ലെങ്കിൽ അവനെടുത്ത് കിട്ടും. എന്തൊക്കെയൊക്കെയോ അഴിച്ചുപണികൾ. സജിത്തായിരുന്നു ഗസ്. വലിയൊരെണ്ണം മേലോട്ട് അങ്ങോട്ട് തട്ടു പേടിച്ചല്ലായിരുന്നു. പിന്നെ സജിത്താണ് ഗസ്. ഈ ബോൾ ഇവര് കൊടുത്തതാ ഇത് ഇവര് കൊണ്ടുവന്നതാ? കൊണ്ടുവന്ന ബോളിലെ കളിക്കുന്നൊക്കെ. അത് അൻഷിഫിന്റെ കയ്യിലുണ്ട് ബോൾ. അൻഷിഫിന്റെ ടാക്ടിക്സ് കാണാം നമുക്ക്. അതാ ബോൾ പോയി. അൻഷിഫ് ബോളുമായി പോകുന്ന എന്റെ ഭഗവതി. ഒരു ഇഞ്ച് പോയി വെറുതെ വിട്ടില്ല. ഞങ്ങളൊക്കെ പെടുന്ന് പറത്തിയാല്. കളയാനില്ലാതെ അവര് അതിശക്തമായ പോരാട്ടമാണ് ഈ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വരൂല. അത് അതിനെ കണ്ടുണ്ട്. അത് അഭിരാമിന്റെ കൂടെ നടക്കണം. അവിടെ അന്നന്റെ കയ്യിലാണ് ബോൾ. അന്നന്റെ കയ്യിൽ എവിടേക്കാണാവോ. അൻഷിഫിന് കൊടുത്തു. പിന്നെ അൻഷിഫിന് കൊടുത്തു. അൻഷിഫിന് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ഇർഫാന്റെ കയ്യിലാണ്. ഇർഫാൻ ബോളും കൊണ്ട് പോകുന്നു. അയ്യോ അതാ ജന അത് തടുത്തു. ജനൊന്ന് മോനെ ഒന്ന് അങ്ങോട്ട് മാറിന്ന. എന്തിനാടാ നീ ഇങ്ങനെ? ബഹുമാനം വേണോടാ സീനിയേഴ്സിനോട്. മാറി നിക്കടാ, പിള്ളേര് കരയൂടാ. സെയ്ദിനോട് ലേസ് കെട്ടാൻ പറ്റും. അവിടെ എന്തോ ടാക്ടിക്സ് ആണ്. അൻഷിഫും രാഹുൽ ആരത്? പതിനാലായിട്ടുള്ളൂ. ഇനി അവന്റെ തലയിൽ ക്ഷീണവന്റെ. അവന്റെ പേരിന്റെ വായിലുണ്ട് ജസ്. എന്തിനാടാ നീ ഞങ്ങളോട് ഇങ്ങനെ? അവർ മാലിക്കിനെ തുറപ്പിച്ചിട്ട് മാലിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്മാനങ്ങൾ ഭാഷയായി. അതായി അവന്റെ അവസ്ഥ. ബ്ലെസ്സിങ്സിന് വേണ്ടിട്ട് വന്നതാ.
വിഷമത്തിൽ അവൻ ഇവിടെ ഇറക്കിയതാ. സൂപ്പർ അല്ലെങ്കിൽ അവിടെ ഇറക്കാറില്ലല്ലോ. സൂപ്പർ സീനിയർ ഹരി. ഒറ്റപ്പാലത്തെ പ്രശസ്ത വക്കീലായ ഹരി, അഡ്വക്കേറ്റ് ഹരി. അതൊന്നും എടുക്കല്ലേ മാലിക്ക് മറന്നു പോയി ബോള് സജിത്തിന്റെ കയ്യിലാണ് ബോൾ ഗൈസ്. രണ്ട് വീണു. ചേതനൊരു ഗോൾ കിട്ടിയില്ലേ? കാര്യം അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒന്നാമത് ജന അവിടെ വിശ്രമിച്ച് നിൽക്കുന്നു. അതാണ് മെയിൻ കാര്യം. അവൻ സമ്മതിക്കുന്നില്ല ബോൾ അടിക്കടാ. ഞങ്ങളെ റിട്ടയർഡ് റഫറി റിട്ടയർഡ് റഫറി എല്ലാവരും ശബരിനെ സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഞാൻ കാണുന്നത് 188 സെന്റിമീറ്റർ ഇവന്റെ നോക്കണ്ട. നിങ്ങൾക്ക് മൂന്നാമതൊരാളില്ലേ? ഗൈസ് അവരൊരു ഗോൾ അടിച്ചു. നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അടിച്ചു. പഠിച്ചിരിക്കുന്നു അടിച്ചു ഗൈസ്. ഒരു ഗോൾ അടിച്ചു. ഇവിടെ വന്നിരിക്കണേ. നീ അവിടെ എവിടെ പോയിരുന്നു? ഞങ്ങൾ എങ്ങനെ കാണാൻ? ഞങ്ങളുടെ തൂട്ടാണ് ഇവിടെ. ചക്കാലം കൊണ്ടുവരും. പോകുന്നു ഗൈസ്. കിട്ടി ഞങ്ങൾക്ക് ഗോൾ അടിക്കാം ഗൈസ്. വര് പിന്നെയും ഗോൾ അടിച്ചു നമ്മുടെ പിള്ളേർ. ഇവർ 2 ഗോൾ അടിച്ചു ഗൈസ്. അഞ്ച് ഫോമില് ഇവൻ എന്തിനാണ് സത്യം ചേറിട്ട് കിട്ടി. സത്യം
ബോളത് പോയി. വരുന്നുണ്ട് ബോൾ. അവിടെ ഒരു ഹോളുണ്ട്. നല്ല ഫോമിലാണ്. വാക്ക് പാലിച്ച് പക്ഷെ ഒന്ന് എണീറ്റ് പോണ കളിക്കാൻ കിട്ടും. എന്നിട്ട് തേടായി. അപ്പൊ എത്രയായി നിങ്ങൾ? എത്രാമതായി? തേടായി ഗൈസ്. ഒന്നുമില്ലാത്ത നിന്ന് തേടായി ഗൈസ്. എനിക്കുണ്ടത് ജോയിന്റ് അളകല്ലേ പാറു. നമ്മളവിടെ ഏതാ നല്ല ഡോക്ടർ ഇത് കാണിക്കാൻ? ചേറ്റുവേക്ക് അറിയോ? നോക്കിട്ട് പറഞ്ഞാൽ മതി. ഭയങ്കര സൗണ്ട് സെയ്തുണ്ട് ഗൈസ്. സജിത്തുണ്ട്, സെയ്തുണ്ട്, ബാഡുണ്ട്, വിഘ്നേഷ് ഉണ്ട്, അർഷാദുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ വന്നു ഗൈസ്. എന്താ ആ ഒന്നുകൂടി. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്ത് കളിക്കുന്ന എടുക്കുകയാണ് ഗൈസ്. എന്താ എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷെ അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കളിക്കുക. പിള്ളേരൊക്കെ ജയിച്ചു ഗൈസ്. എടുത്തല്ല അത് പോയി ഗൈസ്. പെണ്ണില ചന്ദനക്കിണ്ണം മാഞ്ഞു മാഞ്ഞു പോയി. അടുത്തതായിട്ട് ബെസ്റ്റ് ഗോൾ കീപ്പർ ആണ്. മൊത്തം 5 കളിയിൽ ഈവൻ ഫൈനൽ അടക്കം ക്ലീൻ ഷീറ്റ് മേടിച്ച ജന. ബെസ്റ്റ് പ്ലെയർ ആണ്. ബെസ്റ്റ് പ്ലെയർ അർജുനാണ്. ലോ പ്രീമിയർ ലീഗ് സീസൺ 2 റണ്ണേഴ്സ് അപ്പ് ബ്ലോഗ്രാനി FC ആണ്. വിന്നേഴ്സ് ആയിട്ട് സ്പാർട്ടൻസ്. ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ പോരും പിള്ളേരെ. അങ്ങനെ കൂടെ പോയല്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങളെ തലയിടുന്ന അവരെ കിട്ടണേ ഇല്ല.
വളരെ നല്ല കീപ്പിംഗ്, വളരെ നല്ല. കപ്പോക്കല്ലേ അപ്പൊ കപ്പ് കൊടുക്കാണ്. ഫോട്ടോ എടുക്കാൻ കമ്മിറ്റി മെമ്പർ അരുൺജിക്ക് സെലിബ്രേറ്റ് ചെയ്ത തിരിച്ചു പോകുന്ന ഗൈസ് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീട്ടിലേക്ക് പോവാണ്. ഫുഡ് കഴിച്ചു, സമയം ഞാൻ പറയുന്നില്ല. ഫുഡ് കഴിച്ചു, അപ്പോൾ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ദ ബൈ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ഗൈസ്.